അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും പ്രതിഷേധം അരങ്ങേറാൻ പോവുകയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലെ PG സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കും. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് റിയാസ് ചേരുന്നു. റിയാസ്, ഇപ്പോൾ അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഡോക്ടർമാരുടെ പണിമുടക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു നീതീകരിക്കാനാവുന്ന ഒരു പണിമുടക്ക് തന്നെയാണ്. കാരണം യുവ ഡോക്ടറെ വളരെ ക്രൂരമായ രീതിയിലാണ് ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ സമരം തീർച്ചയായും ന്യായം തന്നെയാണ്. എങ്കിലും രോഗികളെ ഇത് എത്രത്തോളം വലയ്ക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? റിയാസ്. തീർച്ചയായും അനുപ്രിയ, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുൻപിലാണ് ഈ ഡോക്ടർമാരുടെ സമരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടത്തുന്നത്. വിവിധങ്ങളായ പ്ലക്കാർഡുകൾ നമുക്ക് കാണാം. ഇവരുടെ സുരക്ഷ സംബന്ധിച്ച് നോ സേഫ്റ്റി നോ ഡ്യൂട്ടി, ഒപ്പം നോ സർവീസ് വിത്തൗട്ട് സെക്യൂരിറ്റി, ഫ്രീഡം ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് സെക്യൂരിറ്റി തുടങ്ങി വിവിധങ്ങളായ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. ഇതിൽ KGMOയെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. KGMOയെ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്, ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ സുരക്ഷാ ക്യാമ്പയിനും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതലാണ് ഇവരുടെ ഒരു പ്രതിഷേധം തുടങ്ങിയത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഞാൻ ഡോക്ടർ ഇപ്പോൾ പറയുകയാണ്. കുഞ്ഞനിയത്തി കുത്തേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം അന്നും ഒരു സമരമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ നമ്മളുടെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു. കേരളത്തിൽ ഒരു നിയമം വന്നു എന്നുള്ളത് ശരി തന്നെ. എങ്കിലും നമ്മൾ ഇനി ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം വീണ്ടും അത് സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച, കൃത്യം ഒരാഴ്ച മുമ്പ്, നമ്മുടെ ഒരു സഹോദരി ചെസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഇയർ PG 24 അവർ ഡ്യൂട്ടി എടുക്കുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കുന്ന സമയത്ത് അവരെ മൃഗീയമായി പീഡിപ്പിച്ച് അവർക്കുണ്ടായ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. കാരണം കാലിൻ്റെ ഇത് ഫ്രാക്ചറ്, കണ്ണാടിയുടെ ചില്ലുകൾ തറച്ച് എല്ലായിടത്തുനിന്നും ചോരയൊലിച്ച് കിടക്കുന്ന ഒരാളെയാണ് അന്ന് അവിടെ ആൾക്കാർ കണ്ടുമുട്ടിയത്. ഇതിൻ്റെ പിന്നാലെ ഒരാൾ കുറ്റം ഏറ്റു പറഞ്ഞെങ്കിലും ഒരാളെ കൊണ്ട് ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ, ഇത്രമാത്രം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയവും, അവിടെ നടക്കുന്ന പലവിധ റാക്കറ്റുകളുടെയും കഥകളും നമ്മൾ കേട്ടു. ഇതിന് പിന്നിൽ നടന്ന സത്യങ്ങൾ പുറത്തു വരണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നുമാണ് നമ്മളുടെ IMAയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം. തീർച്ചയായും അനുപ്രിയ, കാരണം ഇത് തന്നെയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അതായത് കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സാഹചര്യം, അതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്. അവരുടെ പങ്ക് കൂടി പുറത്തു വരണം. ഡോക്ടർമാർക്കുള്ള പ്രൊട്ടക്ഷൻ ആക്ട് അത് ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം. ഒപ്പം തന്നെ ഡോക്ടർമാർക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. എന്തായാലും ഈ സമരരംഗത്ത് ഉള്ളവരുണ്ട്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് ഈ സമരം കൊണ്ടുപോകുന്നത്? ഇതെങ്ങനെ വെച്ചാൽ ദ സിസ്റ്റം ഹാസ് ഫെയിൽഡ് മിസറബിളി, അത് എവിഡൻ്റ്ലി ഇറ്റ് ഷോയിങ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമുക്ക് OPയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. നോയിങ് ദാറ്റ് അവർ ഫെല്ലോ കൊലീഗ് ഹാസ് ഗോൺ ത്രൂ ദിസ്, നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. സോ വി ഹാവ് ടു കം ഔട്ട് സൈഡ്, പ്രൊട്ടസ്റ്റ് ഇൻ എ വേ വി കുഡ് ഡു ഇറ്റ്. അതാണ് ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നത്. സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് വരുമ്പം ദേ ആർ സിറ്റിംഗ് ഇൻസൈഡ്, അവരെ ദേ ആർ ഇൻ എ സേഫ് പ്ലേസ് എന്നുള്ളൊരു അഷ്യൂറിറ്റി ഉണ്ടായതുകൊണ്ടല്ലേ. ഹൗ ക്യാൻ വി ബി ഇൻസൈഡ് നോയിങ് വി വിൽ ബി സേഫ്? എങ്ങനെ ഞങ്ങൾ ഇതിൽ ആർക്കും ഈ ഒരു അവസ്ഥ വരാം? ആർക്ക് ഈ ഒരു അവസ്ഥ വന്നാലും ഇതേപോലെ സിസ്റ്റം ഡിലേ ചെയ്യൂല എന്ന് എന്താണ് ഇതിലൊരു ഇത്? നമ്മുടെ ഫെല്ലോ കൊലീഗ് അവിടെ അങ്ങനത്തെ ഒരു ബ്രൂട്ടലി ബീൻ കിൽഡ് ആൻഡ് റേപ്ഡ്, അൺഅക്സെപ്റ്റബിൾ. ഇത് ദ സിസ്റ്റം ഹാസ് ഫെയിൽഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഫോർ ഹൗ ലോങ് എന്നുള്ളത് നമുക്കറിയില്ല. വി കാൻ സിറ്റ് ഇൻസൈഡ് ആൻഡ് ടേക്ക് ഇൻ ടു OP പേഷ്യൻറ്റിനെ കാണും. സ്റ്റിൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ എത്തിക്സ് നോട്ട് ടു ലുക്ക് ഇൻ ടു പേഷ്യൻസ്. എന്നാലും വി ഹാവ് ടു കം ഔട്ട് സൈഡ്, ഡു വാട്ട് വി ക്യാൻ ഡു ഇൻ എ പ്രമിസസ്. സിസ്റ്റം ഹാസ് ഫെയിൽഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതുതന്നെയാണ് ഇവർ പറയുന്നത്. സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ളവർക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ലാത്തൊരു സാഹചര്യം
അത് ഉണ്ടാകുന്ന ഒരു സ്ഥിതി അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഇനി ഡ്യൂട്ടി എടുക്കുക? നമുക്കൊരു ഉറപ്പില്ല നമ്മുടെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും ശരിയായിട്ട് ഒരു അഷ്വറൻസ് തരാത്തടത്തോളം നമ്മൾ എങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക? നൈറ്റ് ഡ്യൂട്ടി ഇറ്റ്സ് ലൈക്ക് കുറച്ച് അവേഴ്സ് അല്ല, കണ്ടിന്യൂസ് 24 അവേഴ്സും 36 അവേഴ്സ് വരെ പ്രൊളോങ് ഡ്യൂട്ടി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ചായി റെസ്റ്റ് എടുക്കാനൊക്കെ പല സ്ഥലത്തും പോയി കുറച്ച് സമയം ഇരുന്നേക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമായി ഈ കുട്ടിയും ചെയ്തത്. അപ്പം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ അതും പേഷ്യൻസിനെ സർവ് ആണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക സെർവിങ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നല്ല എന്താ പറയുക ആസ് എ ഡോക്ടർ എന്താ പറയുക നല്ല കൺസേൺ ഉണ്ട്. ഇപ്പോൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം. പ്രൊട്ടക്ഷൻ എന്ന് മാത്രമല്ല എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നല്ല, നമുക്ക് ഒരു എല്ലാവരും ഇത് ഒരു കവറേജ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ എല്ലാവരും ഇത് അറിയണം. ലൈക്ക് ഡോക്ടേഴ്സ് എന്താണ് ഫേസ് ചെയ്യുന്നത്, സ്ട്രഗിൾസ് ദേ ഗോ ത്രൂ എന്തൊക്കെയാണ്, അതൊന്നും ആർക്കും അറിയില്ല. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ വേണ്ട ഒരു ഇത് കിട്ടുന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യത്തിനുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല ആവശ്യത്തിന്. അപ്പം ഇതെല്ലാം മൊത്തത്തിൽ ആൾക്കാർ ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാവരും ഇത് അറിയണം. എന്നിട്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എത്തണം എന്നാണ്. അനുപ്രിയ, ഇവർ പറയുന്നത് ഇവർക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒപ്പം തന്നെ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ഈ സുരക്ഷാ വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് പൊതുസമൂഹം അറിയണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് ഇവരുടെ ഈ ഒരു പ്രതിഷേധം ബീച്ച് ആശുപത്രി കോമ്പൗണ്ടിൽ തുടരുകയാണ്. നേരത്തെ തന്നെ തുടങ്ങിയതാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം ഇന്നിപ്പോൾ 11 മണി വരെയാണ് ഇവർ എന്തായാലും ഈ ഒരു പ്രതിഷേധം തുടരുക. അതുവരെ OP ഒപ്പം തന്നെ വാർഡ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. നാളെ IMAയുടെ നേതൃത്വത്തിൽ ഇതിനേക്കാൾ ശക്തമായ സമരം പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടർക്ക് മാത്രമല്ല, സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്ന മുഴുവൻ ആളുകൾക്കും നീതി ലഭിക്കണം. ഇനി ഇത്തരമൊരു സാഹചര്യം ആർക്കും ഇല്ലാതിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അനുപ്രിയ.